ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ദാരിദ്ര്യ മെന്റാലിറ്റിയിൽ നിന്നും, അല്ലെങ്കിൽ ദാരിദ്ര്യമായ വാക്കിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും, ചിന്തകളിൽ നിന്നും നമുക്ക് മാറ്റപ്പെടാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ആൾ. ഇന്നത്തെ വെൽത്ത് മാസ്റ്ററിയുടെ ആദ്യത്തെ ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് വണ്ടർ തിങ്സ് ആണ് കാണുന്നത്. സമ്പത്തിനെ പറ്റി പറയാനാണ് പോകുന്നത്. സമ്പത്തിന്റെ നമ്പറായി 88 തന്നെ ആൾക്കാർ ഇവിടെ ആ സമയത്ത് ഞാൻ തുടക്കം കുറിക്കുമ്പോൾ 88 ആൾക്കാർ പങ്കെടുക്കുന്നു ലൈവിൽ. അതൊരു നല്ല ലക്ഷണമല്ല അല്ലേ? 88 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി വരും. അപ്പൊ എന്നെ എപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് തത്തുല്യമായുള്ള സ്പിരിച്വൽ, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഏഞ്ചൽ നമ്പറുകൾ നമ്മൾക്ക് ആ സമയത്ത് പ്രകൃതി എവിടെ നിന്നായാലും കൊണ്ട് തരുമെന്നുള്ളതാണ്. പല മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും, പല കാര്യങ്ങൾ നമ്മൾ തുടക്കം കുറിക്കുമ്പോഴും, പല ക്ലാസ്സുകളിലുമൊക്കെ ഈ നമ്പറുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. ഏകദേശം പ്രകൃതി അതിനുവേണ്ടി നമ്മളെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കും. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ദാരിദ്ര്യ മെന്റാലിറ്റിയിൽ നിന്നും, അല്ലെങ്കിൽ ദാരിദ്ര്യമായ വാക്കിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും, ചിന്തകളിൽ നിന്നും നമുക്ക് മാറ്റപ്പെടാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ദരിദ്രൻ സാമ്പത്തികമായ അല്ലെങ്കിൽ സമ്പത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് കൃത്യമായി അറിയാം. എത്ര അധ്വാനിച്ചിട്ടും ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. വീടിന്റെ വാടക, കുട്ടികളുടെ പഠനം, കടം തന്നവരുടെ ഫോൺ കോളുകൾ, രാത്രി കിടക്കുമ്പോൾ നെഞ്ചിൽ ഒരു ഭാരം തോന്നിയിട്ടുള്ളവരാണ് നിങ്ങൾ എല്ലാവരും അല്ലെ? ആണെങ്കിൽ എല്ലാവരും ഒന്ന് എസ് 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 എന്ന് ടൈപ്പ് ചെയ്തോളൂ. അതിനു മുമ്പ്, നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഒരു കീവേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമ്മൾ എപ്പോഴും അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചവരാണ്, അതിന്റെ റിസൾട്ടുകളൊക്കെ അറിഞ്ഞവരാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വെൽത്ത് മാസ്റ്ററിക്ക് വേണ്ടി ഒരു അഫർമേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അത് എഴുതി വെച്ചോളും. ഐ ഹാവ് എ വെൽത്ത് മൈൻഡ് സെറ്റ്. ഐ ഹാവ് എ വെൽത്ത് മൈൻഡ് സെറ്റ് എന്ന് താഴെ ടൈപ്പ് ചെയ്യും. എല്ലാവരും പെട്ടെന്ന് ടക്ക് ടക്ക് എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ സമ്പന്നതയുടെ മനസ്സുള്ള ആളാണ്. ഐ ഹാവ് എ വെൽത്തി മൈൻഡ് സെറ്റ്. ഇത് പലർക്കും അത് ഉണ്ടാവില്ല എന്നറിയാം. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാനുള്ളത്, അതാദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്തും സാധ്യമാകും. ആദ്യം വേണ്ടത് അതാണ്. അതിനെപ്പറ്റിയാണ് എല്ലാം ഇനി പറയാൻ പോകുന്നത്. ഐ ഹാവ് എ വെൽത്തി മൈൻഡ് സെറ്റ്. എനിക്കൊരു സമ്പന്നതയുടെ മനസ്സുണ്ട് എന്നുള്ളത്. ഇത് മാത്രം നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഈ ക്ലാസ്സിൽ ഇരുന്നോളൂ. നിങ്ങൾ 100% കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പണമായി ഏതൊക്കെ വഴികളിലൂടെ നിങ്ങളിലേക്ക് വരുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ, വഴികളിലൂടെ, വ്യക്തികളിലൂടെ അനായാസേനയായി പണം നിങ്ങളിൽ എത്തും എന്നുള്ളത് നമ്മൾ മുൻകാലം കണ്ടതാണ് അല്ലെ? ഇവിടെ ആദ്യമായിട്ടല്ല, ഇപ്പോൾ ഈ ചാനൽ പുതിയതാണ് നിങ്ങൾക്കെങ്കിലും നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററിൽ ദിനേശ് മുഖത്തിന്റെ ചാനലിൽ ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ വിഷയങ്ങളും. അതിന് തന്നെ ഇപ്പോ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ക്രിപ്സ് ആയിട്ട് പറയാൻ പോകുന്ന ചാനലാണ്. എനിവേ, എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം. അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്തോ. കമൺ, ആരും ബാക്കിയാക്കരുത്. എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. യെസ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഒന്നുകൂടി പറയാം. ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങളിൽ പലരും, നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയെ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് കൃത്യമായി നമുക്കറിയാം. ഞാനും നിങ്ങളോട് സംസാരിച്ചത് കൊണ്ട് എനിക്ക് അറിയാവുന്നതാണ് പറയുന്നത്. എത്ര അധ്വാനിച്ചിട്ടും ഒരു പടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. വീടിന്റെ വാടകകൾ, കുട്ടികളുടെ പഠനം, കടം തന്നവരുടെ ഫോൺ കോളുകൾ, രാത്രി കിടക്കുമ്പോൾ നെഞ്ചിൽ ഒരു വല്ലാത്ത ഭാരം തോന്നിയിട്ടുള്ളവരായിരുന്നു നിങ്ങൾ എല്ലാവരും. ആണല്ലോ അല്ലെ? എസ് ആണോ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇത് ഉണ്ടോ, ബാക്കിയുണ്ടോ? കുറെയൊക്കെ മാറ്റിയെങ്കിലും ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട് ഒരു അംശമെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും എസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് കരുതുന്നവരാണ് നിങ്ങൾ. പ്രാർത്ഥിക്കാത്ത, രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, കഴിക്കാത്ത പൂജാതി കർമ്മങ്ങളില്ല എന്ന് പറയേണ്ടി വരും. ഇല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നത് വളരെ ശരിയാണല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ശരിയാണ്.
ഇത് അനുഭവമാണ്, പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നതാണ്. ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതേ രീതിയിലാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്ത് ദൈവത്തിന് പോലും കഴിയില്ല. നിങ്ങൾ ഈ അവസ്ഥയിൽ തന്നെ തുടരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റും? ഈ അവസ്ഥയെ മാറ്റിയില്ലെങ്കിൽ, ഈ ചിന്തയെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ, ഈ അവസ്ഥ മാറ്റപ്പെടാനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജീവിതം തന്നെ പാഴായിപ്പോയി എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. അതിന് വേണോ നിങ്ങൾക്ക് ചേഞ്ച്? ആർ യു ലുക്കിംഗ് ഫോർ എ ചേഞ്ച്? ആണെങ്കിൽ എഴുതിക്കോളൂ, ഐ വാണ്ട് എ ചേഞ്ച്. ഐ വാണ്ട് എ ചേഞ്ച് എന്ന് എഴുതൂ, ടൈപ്പ് ചെയ്യൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ, ഐ വാണ്ട് എ ചേഞ്ച്. യെസ് യെസ്, പോരട്ടെ, എല്ലാവരും പോരട്ടെ. എല്ലാവർക്കും ചേഞ്ച് ആവശ്യമാണ്, ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. ഒരു കാര്യം ഒന്നുകൂടി പറയാം, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താണ്? എന്റെ കയ്യിൽ പണമില്ല, എന്റെ വിധി ഇങ്ങനെയൊക്കെയാണ്, എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് പറ്റില്ല, എന്നുണ്ട് ആവില്ല, എന്നെ കൊണ്ട് സാധിക്കില്ലത്. ഇതൊക്കെ എത്ര അനുഭവിച്ചതാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ വലിയ കുഴിയിലേക്ക് തള്ളിയിടുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഓരോ വാക്കുകളും ചിന്തകളും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് ഇവിടെയാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും നമ്മുടെ ജീവിതം എന്തുകൊണ്ട് മാറുന്നില്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കി. എത്ര വഴികളിലൂടെ എത്ര മണിക്കൂറുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, എന്നിട്ടും എന്തേ ജീവിതത്തിൽ സാമ്പത്തിക അവസ്ഥയിൽ മാറ്റം വരാത്തത്? ഒരു സൈഡിൽ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി കൊണ്ടുവരും, അപ്പോഴേക്കും മറ്റേ സൈഡിലേക്ക് പോകും. അല്ല, ഇന്ന് എൻ്റെ ഓഫീസിൽ വന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്, സാറേ ഞങ്ങൾ ഭാര്യയും ഭർത്താവും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് കാശ് സ്വരൂപിച്ച് ബാങ്കിൽ നിക്ഷേപിച്ച് വെക്കും, ഒരു നാട്ടിപ്പോക്കും, അപ്പോഴേക്കും ഒരു ഹോസ്പിറ്റൽ കേസും, ആ സാധനം തീർന്നു, 0 ആയിട്ട് തിരിച്ചു കയറേണ്ടി വരും. ഗൾഫിലെ ഒരാളുടെ അവസ്ഥയാണ്. ഇത്തരം അവസ്ഥകൾ എല്ലാവർക്കും ഇല്ലേ? വളരെ കഷ്ടപ്പെട്ട് വളരെ പിശുക്കി മാക്സിമം ചുരുക്കാവുന്ന രീതിയിലൊക്കെ ചുരുക്കി ഡെപ്പോസിറ്റിലേക്ക് ആക്കി വെച്ച് എല്ലാം കഴിഞ്ഞ് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒന്നുകിൽ ബൈക്ക് കൊണ്ടുപോയി തട്ടും, അല്ലെങ്കിൽ കാർ കൊണ്ടുപോയി തട്ടും, ഒന്നും അല്ലെങ്കിൽ വീട്ടിൽ അമ്മയുടെ മരുമക്കളുടെ മക്കളുടെ ആരുടെയെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കും, ആ കാശ് മുഴുവനായിട്ട് പോകും. ഇത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യമല്ലേ? ഇവിടെ എവിടെയാണ് യഥാർത്ഥ സംഭവം? നമ്മൾ ഈ കാര്യത്തെ എങ്ങനെയാണ് പരിഹരിക്കുക? എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇതിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, പണക്കാരനായ ആൾക്കാർ പണം സമ്പാദിച്ചു കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നമുക്ക് എന്നും പ്രാരാബ്ദങ്ങൾ തന്നെയാണ്. നമുക്കെന്ന് പറയുന്നില്ല, ഞാൻ തിരുത്തുകയാണ്, അല്ലെ, നമ്മൾ പ്ലൂറൽ ഇത് പറഞ്ഞു വെക്കണം. പലർക്കും പ്രാരാബ്ദങ്ങൾ തന്നെയാണ്. ഇതിനുള്ള ഉത്തരം എവിടെയാണ് തേടേണ്ടത്? സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, മറ്റൊന്നുമല്ല, ഇതിനുള്ള ഉത്തരം പുറത്ത് തേടേണ്ടതല്ല എന്നുള്ളത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉത്തരമുള്ളത്. ഇത് തിരുത്താത്തടത്തോളം കാലം നിങ്ങൾ എത്ര കോടി രൂപയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ പോലും 1 രൂപ പോലും നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവില്ല എന്നുള്ള തത്വം അറിഞ്ഞാൽ മാത്രം മതി. അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലേ? ഇത് സംഭവം ഞാൻ പറഞ്ഞ എത്രത്തോളം ക്ലിയർ ആണ് നിങ്ങളെ സംബന്ധിച്ച്? ഇത് അനുഭവിക്കുന്നവരില്ലേ നിങ്ങളെല്ലാം? എന്നാൽ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോടികളുടെ കടബാധ്യതയിൽ നിന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്നുള്ളവർ ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അവസ്ഥ ഞാൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പലരും ഇരിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ക്ലാസ്സിൽ നിന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റി. ഇന്നലെയെങ്കിലും ഒരാൾ പറഞ്ഞു, സാർ അന്ന് പറഞ്ഞു തന്ന ആ ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഓരോ ദിവസവും അഭിവൃദ്ധിയാണ്. ഓരോ ദിവസവും എവിടുന്നൊക്കെയാണ് കാശ് വരുന്നു, ഇന്ന് ആരോ പറഞ്ഞ മെസ്സേജ് അയച്ച്, എവിടുന്നൊക്കെയാണ് കാശ് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, എനിക്കറിയുന്നില്ല. അതിനുശേഷം സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരു ദിവസം പോലും കാശിനൊരു പഞ്ഞം ഉണ്ടായിട്ടില്ല. അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്, അനുഭവസ്ഥരെന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളത്? എവിടെ നിന്നാണെന്നും അറിയില്ല, പൈസ ഉണ്ടാവുന്നുണ്ട് അക്കൗണ്ടിൽ. എങ്ങനെ സംഭവിച്ചു ഇത്? മുമ്പേ നിങ്ങൾക്ക് ഈ വരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മാത്രം ഉണ്ടായ വരുമാനമാണോ അത്? അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഞാനും നിങ്ങളും ഒക്കെ ഉള്ളതാണ്. എവിടെയാണ് മാറ്റം? എവിടെയാണ് മാറ്റം വന്നത്? ഒന്ന് പറഞ്ഞേ, എവിടെയാണ് മാറ്റം വന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളിലാണ് മാറ്റം, നിങ്ങളിലാണ് മാറ്റം വന്നത്, നിങ്ങളുടെ ചിന്തകളിലാണ് മാറ്റം വന്നത്, നിങ്ങളുടെ വാക്കുകളിലാണ് മാറ്റം വന്നത്. ഇഷ്ടം പോലെ ഉദാഹരണം, ഞാനിപ്പോ ഓരോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് പറയാൻ പറ്റില്ല. എത്രയോ എത്ര പേരാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട് ആൾക്കാർ ഇപ്പോ
എത്ര എക്സാമ്പിളുകളാണ് ഞാൻ ഇവിടെ കാണിച്ചു തരേണ്ടത്? എത്ര പേരെയാ കാണിച്ചു തരേണ്ടത്? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച ചില രഹസ്യ ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ ഞാൻ വെൽത്ത് മാസ്റ്ററിയിൽ ഒരു 133 ടെക്നിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ തന്നെ താഴെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്തു, സാർ ഇത് ചെയ്തിട്ട് അത്ഭുതകരമായ മാറ്റമാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരുപാട് മെഡിറ്റേഷനുകൾ നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡുകളിലൂടെ മാത്രം ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഥ. മറ്റൊന്നുമല്ല, വീണ്ടും ഞാൻ പറയുന്നു, ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ മാത്രമാണ്. മനസ്സ് മാറുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറുന്നു, ചിന്തകൾ മാറുമ്പോൾ വൈബ്രേഷനുകൾ മാറുന്നു, വൈബ്രേഷനുകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഇത് ലോക തത്വമാണ്. ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നതൊന്നുമല്ല, ഇതൊരു മോട്ടിവേഷനെ പറ്റി പറയാനുമല്ല. നമ്മുടെ ജീവിതം മാറ്റാനുള്ള ഏറ്റവും അവസാനമായ വഴി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാനാണ് വന്നത്. മാറണം എന്ന് ചിന്തിക്കാത്തവരാരുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ മോട്ടിവേഷൻ നൽകിയിട്ട് എന്റെ ജീവിതത്തെ ആഹാ ഉഹു എന്ന് പറഞ്ഞ് കാണിച്ചു തരികയല്ല, ഉള്ള അനുഭവിപ്പിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത്. നിങ്ങളിൽ തന്നെ നിങ്ങളുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള വഴി കാണിച്ചു തരികയാണ് ചെയ്തത്. എനിക്കിവിടെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് പോകാം, പക്ഷെ ഇത് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് വെറും അതൊരു കേൾവി മാത്രമായിരിക്കും. നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കുമ്പോൾ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ അനുഭവമാണ് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇല്ലേ, നിങ്ങൾക്കെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇരിക്കുന്നവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്വർണ്ണം ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഉള്ളവരെല്ലാം, ഇല്ലാത്തവർ നോ എന്ന് പറഞ്ഞേ. ഒരനുഭവം സംഭവിച്ചിട്ടില്ല. മെഡിറ്റേഷനൊക്കെ വന്നിട്ടാണ് നോ പറയൂ. നമ്മൾ മെഡിറ്റേഷനുകൾ സംഭവിച്ചിട്ട് അനുഭവങ്ങൾ ഉള്ളവർ എസ് എസ് എന്ന് ടൈപ്പ് ചെയ്തേ. ഇല്ലാത്തൊരു നോ പറഞ്ഞു. ഐ വോണ്ട് ദാറ്റ് ആൾസോ. ഇല്ലെങ്കിൽ ഞാൻ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് എനിക്ക് അവരെ അനുഭവിച്ചു കൊടുക്കും. മറ്റൊന്നുമല്ല, വലിയ വാക്കൊന്നും പറയണല്ല. അനുഭവങ്ങൾ ഇല്ലാത്തവർക്ക് ഞാൻ പ്രത്യേക അവർ വിളിച്ച അനുഭവങ്ങൾ, ക്ലാസ്സിൽ കയറി കൊതങ്കമണി അനുഭവം ഞാൻ കാണിച്ചു തരാം. ഞാൻ വെറുതെ പറയുന്ന വാക്കുകൾ, അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സാമ്പത്തിക അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറാൻ തയ്യാറായിക്കോളൂ. ഞാൻ ഗ്യാരണ്ടീഡ് ആണ് നിങ്ങളുടെ മാറ്റം ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സുകൾ അതേപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് നേടാൻ വിചാരിച്ച് നേടാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ എന്തും നേടാമെന്നല്ല. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച്, നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാശ് തിരിച്ചു മേടിച്ചു പോകും. വെറുതെ പറയണല്ല, അത്രയും ഇതാണ്. ഇപ്പോൾ ഒറ്റ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കിത് മാറണമെന്നാണ്. പക്ഷെ ഒറ്റയ്ക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കാരണം പിന്നെ ഇത് ഈ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ, മാറ്റാമല്ലോ അല്ലേ? കാരണം നമ്മുടെ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഒറ്റയ്ക്ക് മാറാൻ പറ്റും. പക്ഷെ വിഷയം എവിടെയെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമ്മൾ ദാരിദ്ര്യത്തിന്റെ ചിന്തകളാൽ തളക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഇത് ദാരിദ്ര്യത്തിന് ചിന്തയും സമ്പത്തിന് ചിന്തയും വേർതിരിക്കാനോ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് ചിന്തകളെ സമ്പത്തിന് ചിന്തകളിലേക്ക് മാറ്റപ്പെടുത്താനോ നമുക്കറിയില്ല. കാരണം ആ സിസ്റ്റം നമ്മളിൽ ഇല്ല. ഇത് വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അഫർമേഷൻ പ്രാക്ടീസ്, ഞാൻ ധനവാനാണ്, ഞാൻ ധനവാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ധനവാനാണെന്ന് പറയുമ്പോൾ ആ ധനത്തെ അതിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ധനവാനാണെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ തടവറ, നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച ആ തടവറ തകർക്കണമെങ്കിൽ പ്രത്യേക പരിശീലനം തന്നെ വേണം, അല്ലെങ്കിൽ നടക്കില്ല. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്നു, എൻ്റെ സമ്പത്ത് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നതയുടെ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ടോ എങ്കിലും ആ വൈബ്രേഷൻ, ആ ഒരു അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചേക്കാം. നിങ്ങളോട് ഞാൻ ഇപ്പൊ പറയുന്നു, 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കിട്ടുകയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് 1 കോടി രൂപ വെച്ച് തരികയാണ്. ഒന്ന് അനുഭവിച്ചേ നിങ്ങൾ. എന്നിട്ട് പറഞ്ഞേ, എനിക്ക് 1 കോടി അനുഭവിക്കാൻ പറ്റിയെന്ന് എത്ര പേര് പറഞ്ഞു? 1 കോടി ഇതാ പിടിച്ചോ, നിങ്ങൾ കൈ നീട്ടി പിടിക്കൂ. എല്ലാവരും കൈ നീട്ടി പിടിച്ചു. 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലേക്ക് 2 കൈ കൂട്ടിയിട്ട്, ഒരു കയ്യിൽ 1 കോടി പിടിക്കാൻ പറ്റില്ല എന്തായാലും. എന്താ, ചില ആൾക്ക് അനക്കവും ഇല്ല. കാരണം എന്താ അറിയോ? 1 കോടി ഞാൻ വാങ്ങിക്കാൻ ആളല്ലെന്ന് പറഞ്ഞ് എത്ര പേരോട് ഇരിക്കുന്നു, കൈ പോലും പൊക്കാതെ.
ഞാൻ 1 കോടി തരികയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് മനസ്സുകൊണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്തവർ എത്ര പേരോട് ഇരിക്കുന്നു നോക്കിയേ. കുറെ പേര് കൈനീട്ടി. നിങ്ങൾക്ക് അനുഭവിക്കാൻ ആ കൈ നീട്ടുന്നവർ നോക്കും, അവരിതിന് തയ്യാറാണ്. മറ്റുള്ളവരെന്താ അറിയോ, അതെങ്ങനെ സാധ്യമാവും? 1 കോടി എനിക്കെന്തിനാ തരുന്നത്? ആ ഫീലിംഗ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരാൾക്ക് എങ്ങനെ മാറ്റം ഉണ്ടാവുന്ന പറഞ്ഞേ അല്ലേ? സമ്പന്നത എന്ന് പറയുന്നത് മണി മാത്രമല്ല, മനസ്സിന്റെ അവസ്ഥയാണ്. സമ്പന്നത മനസ്സിന്റെ അവസ്ഥയാണ്. 1 കോടി രൂപ കൈ പിടിച്ചത് കൊണ്ട് മാത്രം സമ്പന്നനാവുകയൊന്നുമില്ല. സമ്പന്നതയുടെ മനസ്സിൽ ആ ഒരു ഊർജം വരണം. ഇത് എത്ര പേർക്ക് പറ്റുന്നു? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് 1 കോടി രൂപ മനസ്സിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നു? അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ഒരുപാട് 100 ചോദ്യങ്ങളായിരിക്കും. എന്താ ആദ്യ ചോദ്യം എന്നറിയോ? ഓ, ഇത് കിട്ടിയിട്ട് വേണം കുറെ കൊടുത്തു തീർക്കാനായിട്ട്. കഴിഞ്ഞ എവിടേക്ക്? പരിപാടി കഴിഞ്ഞു. പിന്നെ എവിടെയുള്ള? പിന്നെ കടത്തിന്റെ മെന്റാലിറ്റി അവിടെ തന്നെ സംഭവിച്ചു. ഇതൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും ഞാനിങ്ങനെ കുറേ ലെങ്തായി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്ന ആ ചിന്താഗതികൾ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറ്റണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും. അതിനാണ് നമ്മുടെ ഓരോ കോഴ്സുകളും സ്പെഷ്യൽ മെഡിറ്റേഷനുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇതെന്താന്ന് വെച്ചാൽ, കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആഴത്തിൽ പോയി മാറ്റം വരുത്താനുള്ള വിദ്യ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇത് മിസ്സായാൽ നമ്മൾ പഴയ പോലെ തന്നെ പരാതികളും പരിഭവങ്ങളുമായി കാലം കഴിക്കേണ്ടി വരും. അപ്പോൾ വെൽത്ത് മാസ്റ്ററി ഹബിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്പത്തിന്റെ ഊർജത്തെ പറ്റി മാത്രമാണ്. സമ്പന്നത ഊർജത്തെ പറ്റി മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ കുറെ ടെക്നിക്കുകൾ പഠിക്കും, കുറെ മെഡിറ്റേഷനുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും, കുറെ കോഴ്സുകൾ വരും. സമ്പന്നത ആവശ്യമുണ്ടോ? നിങ്ങൾക്കുള്ള സ്പേസ് ആണ്. അല്ല, നിങ്ങൾക്ക് സമ്പന്നത വേണ്ടെങ്കിൽ ഒരു വിഷയം ആർക്കുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എക്സിറ്റ് അടിച്ചു പോകാം. എല്ലാ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാം. ആരും നിങ്ങളെ നിർബന്ധിക്കില്ല. നമ്മൾ ഒരു ക്ലാസ്സിലും ആരെയും നിർബന്ധിച്ച് കയറ്റില്ല. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പരിഹാരം ഉണ്ടാക്കി തരിക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. രക്ഷപ്പെടണമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമുള്ള സ്പേസ് ആണ്, അല്ലാത്തവർക്കിടെ യാതൊരു കാര്യമില്ല. ഇത് പുച്ഛത്തോടെ കാണുന്നവർക്കോടും പറയുകയാണ്, ഒരു മിനിറ്റ് സമയം വെറുതെ കളയരുത്. നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല. പണിയെടുക്കാത്തതുകൊണ്ട് മാത്രം പണക്കാരനാവില്ല. പണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാനസികമായിട്ട് അറിയണം. അപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ അനുഭവിച്ചറിഞ്ഞ ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ മടിക്കരുത്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിപ്പണിയാനായിട്ട്, പഴയ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളുക. ഓരോ ക്ലാസ്സുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പെട്ടെന്ന് ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യത്തെ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് അനൗൺസ് ആയിട്ട് പറയാം. ഞാൻ ഇവിടെ കയറി വന്ന സമയത്ത് ഞാൻ ഒരാളെ വിളിച്ചിരുന്നു, അല്ലെ? ഗീത എന്ന് പറയുന്ന ഒരാളെ വെച്ചിരിക്കുന്ന തമ്പനയിൽ കണ്ടപ്പോൾ എനിക്കൊരു പുതിയ ഐഡിയ വന്നു. അവര് തമ്പനയിൽ മറ്റൊന്നുമായിരുന്നില്ല, കുബേരന്റെ ചിത്രമായിരുന്നു. സ്വർണ്ണ നിറമുള്ള കുബേരൻ, അല്ലെ? കുബേരൻ തമ്പനയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആ വെൽത്ത് മാസ്റ്ററിൽ നമുക്ക് തുടക്കം കുറിക്കാം. കുബേര മെഡിറ്റേഷനിലൂടെ നമുക്കൊരു തുടക്കം കുറിക്കാം. ഞായറാഴ്ച രാത്രി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഫസ്റ്റ് കുബേര മെഡിറ്റേഷൻ. ധനമാണ് നമുക്ക് ആവശ്യം, സ്വർണവും സമ്പത്തും അതാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ നമുക്ക് കുബേര മെഡിറ്റേഷനിലൂടെ തുടങ്ങാം. ഞായറാഴ്ച രാത്രി 9 മണിക്ക് കുബേര മെഡിറ്റേഷൻ ഞാൻ നിങ്ങളോട് പറയുകയാണിപ്പോൾ. എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾ ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിൻ പിന്നെ ഗ്രൂപ്പിൽ അറിയിക്കും. ജോയിൻ ചെയ്യുക. സമ്പത്തിന് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഒരു നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ. ആഗ്രഹമുള്ളവർ മാത്രം വന്നാൽ മതി. വെറുതെ പോയി കയറി ഇറങ്ങാനായിട്ട് ഇതെന്തോ ആണ് ഇവിടെ കാണുന്നത്, സാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാനും കാണാനാണെങ്കിൽ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അറിയണം, മാറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക്, സമ്പത്തിന്റെ ഊർജം ഉൾക്കൊള്ളാൻ കഴിവുള്ളവർക്ക് ഇങ്ങോട്ട് കയറി വരാം. ഈ ക്ലാസ് അതിനുള്ളതാണ്. നിങ്ങൾ സമ്പത്തിനെ മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സൺഡേ ഈവനിങ്. പിന്നെ അതുപോലെ ബാക്കി ക്ലാസ്സുകൾ, ഞാൻ വേറെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം, എല്ലാത്തിനും ഉണ്ടല്ലോ സമയം നമുക്കല്ലേ, വിലപ്പെട്ട സമയം ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറഞ്ഞു പോകാം. മാനിഫെസ്റ്റ് യുവർ വെൽത്ത് ലൈഫ് എന്ന് പറയുന്ന ഒരു
പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റ് യുവർ വെൽത്ത് ലൈഫ്. ഇത് അവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ലൈഫ് വെൽത്ത് ആണ്, പക്ഷെ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണം. എങ്കിൽ മാത്രമേ, വെൽത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയുള്ള വെൽത്ത് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നില്ല. സമ്പത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അത് നിങ്ങൾ വെറും പണത്തിൽ ഒതുക്കുന്നു. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള വിശദമായ ക്ലാസ് നമ്മൾ ഇപ്പോൾ മുമ്പിൽ നമ്മൾ അനുഭവിച്ച കാര്യമാണ്. CJ റോയിയുടെ ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ സൺഡേ ഒരു ക്ലാസ് ഉണ്ട്, അന്ന് ഞാനിത് വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രം ഉണ്ടായാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളിലൂടെ പോകുമ്പോഴാണോ സമ്പത്ത് നമ്മളിൽ ഉണ്ടാവുന്നതെന്ന് ഞാൻ വിശദമായി നിങ്ങൾക്ക് സൺഡേ ഒരു വെബിനാർ ഉണ്ട്, അന്ന് പറയാം. മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. മാനിഫെസ്റ്റ് യുവർ വെൽത്ത് ലൈഫ് എന്ന് പറയുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നത്? കണ്ണടച്ച് വെൽത്ത് ലൈഫ് ഉണ്ടാവുകയല്ല, നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട ലൈഫ് എന്താണ് എന്ന് തിരിച്ചറിയാത്തതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ സമ്പന്നത ഏതൊക്കെ രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നൊരാൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ സമ്പന്നത ഉണ്ടായതുകൊണ്ടോ ലോട്ടറി അടിച്ചതുകൊണ്ടോ ഒരു കാര്യമില്ല. ഇത് മനസ്സിലാക്കണം പ്രിയ സുഹൃത്തുക്കളെ. അപ്പൊ അത് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ട് അതിന്റെ പ്രൈസ് തന്നെ നിങ്ങൾ കണ്ടു. ആ കോഴ്സിന്റെ പ്രൈസ് 15,400 രൂപയാണ്. കോഴ്സിന്റെ പ്രൈസ് ഒന്ന് സാധാരണ നമ്മളിവിടെ കണ്ടിട്ട് നിങ്ങൾ ഹാപ്പിനെസ് മാസ്റ്റർ എല്ലാ കോഴ്സുകളും 4,000, 5,000, 6,000 രൂപയൊക്കെ 7,000 രൂപയൊക്കെ കണ്ട എങ്ങനെ വെൽത്തിലേക്ക് എത്തുമ്പോൾ 15,400 രൂപ ആദ്യത്തെ കോഴ്സായി എന്ന് വെച്ചാൽ ആ കോഴ്സിന്റെ പവർ എത്രത്തോളം ഇരിക്കും നിങ്ങൾ ആലോചിച്ചു. അത്രയും വാല്യൂ ഉള്ള കോഴ്സാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അത്രയും ന്യൂറോ സയന്റിഫിക് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റപ്പെടുത്താനുള്ള വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാലോ. ദിനേശ് സാർ പറയുന്ന ഒരു ക്ലാസ്സിലും വെറുതെ പറയണല്ല, ഒരു ബേസ് സയന്റിഫിക് ആയിട്ട് ബേസ് വെച്ചിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ബിൽഡ് ചെയ്യുന്നു. അത് വലുത് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം. എനിക്കിപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ് നിൽക്കാൻ, ഞാൻ മാറില്ല സാറേ എന്നാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല. എനിക്ക് മാറ്റം വേണം, അതിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ്. ഞാൻ അത് വളരെ സീരിയസ് ആണ്. വെൽത്ത് മാസ്റ്ററി വളരെ സീരിയസ് ആണ്. ആവശ്യമുള്ള യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവർ മാത്രം വന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരാണ് അർഹരായ കൈകളിൽ എത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കും ഗുണമുള്ളൂ. 15,400 രൂപയുള്ള ക്ലാസ് എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? മെന്റൽ ബ്ലൂ പ്രിന്റ് മാറ്റാൻ. നിങ്ങളുള്ള ഇപ്പോഴത്തെ മാനസികമായ സാമ്പത്തികമായ നിങ്ങൾ കേട്ട് പഠിച്ച പണം കായ്ക്കുന്ന മരങ്ങളില്ല. ഉണ്ടോ? പണം കായ്ക്കുന്ന മരം ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉള്ളവരൊന്ന് ടൈപ്പ് ചെയ്ത് എന്റെ വീട്ടിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന്. അല്ലേ? ഇതൊക്കെ കുറെ പഠിച്ചല്ലേ ഇപ്പൊ എല്ലാം നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് കാണുന്നവരോട് പറയുന്നത്, പണം കായ്ക്കുന്ന മരങ്ങളില്ല എന്ന് പറഞ്ഞു കേട്ടവര് മാറ്റിക്കോളൂ. ആ ബ്ലൂ പ്രിന്റ് ഞാൻ ഇവിടുന്ന് മാറ്റിത്തരും. പിന്നെ കാണുന്നതെല്ലാം നിങ്ങൾക്ക് സമ്പത്തിന്റെ അവസ്ഥ മാത്രമായിരിക്കും. വൈബ്രേഷണൽ ടെക്നിക്ക്, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്, ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ 10 മടങ്ങായിട്ട് സമ്പത്ത് എൻ്റെ എങ്ങനെ വരുമെന്ന് നമ്മൾ പഠിക്കും, അറിയും. സക്സസിന്റെ ഫ്രീക്വൻസി എന്താണ്? സക്സസ് എന്നത് എന്താണ്? വിജയം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എന്താണ് അതിന്റെ അവസ്ഥ? ഒരു സക്സസ് ആയ ഒരാള് എങ്ങനെയായിരിക്കും സംസാരിക്കുക? എങ്ങനെയായിരിക്കും ആൾക്കാരോട് പെരുമാറുക? അങ്ങനെ ഒരാൾ നമ്മൾ സക്സസ് ആയി എന്ന് മറ്റുള്ളവൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തോ ഒരു മാറ്റം വേണം. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായി, പക്ഷെ എന്റെ സംസാരത്തിലും എന്റെ ഭാവത്തിലും ഒരു മാറ്റവും ഇല്ലെങ്കിൽ മനുഷ്യന് മറ്റുള്ളവന് എങ്ങനെ മനസ്സിലാവും? സക്സസിന് ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്ത് വെക്കണം, തിരിച്ചു വെക്കണം. ഞാൻ സദാ പറയുന്നതും സദാ നിൽക്കുന്നതും അല്ലേ, സമ്പന്നതയുടെ ഫ്രീക്വൻസിയാണ്, സക്സസിന്റെ ഫ്രീക്വൻസി ആയിരിക്കണം. ഇത് സാധാരണക്കാരന് അറിയില്ല. അറിയെങ്കിൽ പിന്നെ അവന് സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. ഇത് എക്സ്ട്രാ ഓർഡിനറി ആയി അസാധാരണയായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അവർക്ക് മാത്രമേ സക്സസ് ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞിട്ടില്ല സക്സസ്. നിങ്ങൾ അതാണോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സക്സസിലേക്ക് പോകാൻ തയ്യാറായ ആളാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, യെസ് ഓർ നോ. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് സക്സസിലേക്ക് പോകാൻ തയ്യാറുള്ളവർ യെസ് എന്ന് പറയും, ഇല്ലാത്തവർ നോ പറയും. നോ പ്രോബ്ലം, നിങ്ങളുടെ തീരുമാനമാണ്. ഇതാരും നിർബന്ധിക്കുന്നു. സക്സസിന്റെ ഫ്രീക്വൻസിയിൽ പോകണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പറ്റുമോ? നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കണം.
അതിനെ അറിഞ്ഞ് എന്താണ് എന്റെ സക്സസ് എന്ന് ഇവിടെ അറിയുന്ന എത്ര പേരുണ്ട് ചോദിച്ചോട്ടെ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ 100 പേരിൽ എന്റെ സക്സസ് ഇന്നതാണെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ, നിങ്ങളെ ഞാൻ ട്യൂൺ ചെയ്ത ആ സക്സസ് കൊണ്ടെത്തിക്കും. പറഞ്ഞിരിക്കുന്നു എന്റെ സക്സസ് ഇവിടെ എത്തുമ്പോഴാണ്. നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറയാറില്ല എന്റെ സക്സസ് എവിടെ എത്തുമ്പോഴാണെന്ന് കഥകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ രാവിലെ 3:30 മണി മുതൽ രാത്രി 10:30 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാ? എന്റെ സക്സസ് എനിക്കറിയാം എവിടെ എത്തുമ്പോഴാണ്. അതുവരെ എനിക്ക് റെസ്റ്റ് ഇല്ല, റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റില്ല. ഒരു മാസം ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് എന്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമോ നിങ്ങൾ തരുന്ന വരുമാനമോ കുറഞ്ഞാൽ എന്റെ സക്സസിന്റെ 1 വർഷം താഴും. ഇത് പ്ലാൻഡ് ആണ്, എഴുതി തയ്യാറാക്കിയ സിസ്റ്റമാണ്. 25 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ഉണ്ടാവും, ഏതൊക്കെ ഡിഗ്രി ഉണ്ടാവും, ഏതൊക്കെ കോളേജ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലാസ് എടുക്കുമെന്നുള്ളത് ഞാൻ എഴുതി വെച്ച കാര്യങ്ങളാണ്. എത്ര പേർക്കുണ്ട്? ഉണ്ടാവണം. അവൻ മാത്രമേ സക്സസ് ഫ്രീക്വൻസിയിൽ എത്താൻ പറ്റൂ. ആർക്കും പറ്റാത്തതായിട്ട് ആരുമില്ല ഇവിടെ. പലർക്കും വിചാരിക്കും അതിന് എനിക്ക് ക്വാളിഫിക്കേഷനിലുള്ള വയസ്സിൽ ഇതൊന്നും വേണ്ട, ഒരു ഡേ നൈറ്റ് സംഭവിക്കും. എത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും പഠിച്ച് ഇന്ന് കോടീശ്വരനായ ബിസിനസ്സുകാരുടെ കഥകൾ നിങ്ങൾ കാണുന്നില്ലേ? എന്താ വെറുതെ ഉണ്ടായതാ? അത് കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ ഇത് പഠിപ്പിക്കും. അതുപോലെ തന്നെ മെന്റൽ റീപ്രോഗ്രാമിങ്, അത് പിന്നെ നിങ്ങളോട് പറയാറുണ്ട്. മനസ്സിനെ മാറ്റപ്പെടുത്തി ഹാർഡ് കോർ ആയിട്ട് മാറണം. ചിലത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ചെയ്യില്ല. ഇത് ഹാർഡ് കോർ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് പറ്റും. ഞാൻ പറയാറില്ല 1% മാറ്റം. മിറാക്കിൾ മോർണിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തവർ, യോഗ മെഡിറ്റേഷൻ പങ്കെടുക്കുന്നവരെന്താ 1 ദിവസം കൊണ്ട് മാറിയതാണോ? ഒരു ചെറിയ മാറ്റം. ഓരോ ചെറിയ മാറ്റങ്ങളും എങ്ങോട്ട് എത്തിക്കും? നമ്മളെ നമുക്ക് വേണ്ടടുത്ത് എത്തിക്കും. പക്ഷെ എവിടേക്ക് വേണം, എവിടേക്ക് എത്തണമെന്ന് അറിയണം. അതുപോലെ തന്നെ അതാണ് ഏറ്റവും പവറായിട്ട് ഞാൻ ചേർത്ത കാര്യം. CJ റോയ് തന്നെയാണ് അതിന് ഉദാഹരണം. ഇന്നർ പവർ എന്ന് പറയുന്ന സാധനം, അകത്തുള്ള ഒരു ബലമുണ്ടല്ലോ, ആ ബലമില്ലാത്തവൻ തകരാൻ വളരെ എളുപ്പമാണ്. അകത്തുനിന്നൊരു ബലം വേണം നമുക്ക്. അതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ മറ്റൊരു സ്പിരിച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുണ്ടലിനി ശക്തിയുടെ അകത്തുകൂടി പോകുന്ന ഒരു പ്രകാശ കിരണമുണ്ട്. ആ കിരണം നല്ല സ്ട്രെയിറ്റ്, ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ലൈറ്റ് വേവ്സ്, അതിനകത്ത് പോകുന്ന ലൈറ്റ് വേവ്സ് ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ പോകുന്ന പോലെ ചഠലമായിരിക്കണം. അത്രയും നല്ല പവർ നമുക്ക് വേണം. ഇത് ഒരു കാറ്റ് വന്നാലും മഴ വന്നാലും തകരുന്ന, അല്ലെങ്കിൽ ഒന്ന് ഭർത്താവ് തുമ്മിയാൽ, ഭാര്യ തുമ്മിയാൽ, മക്കൾ തുമ്മിയാൽ തീരുന്ന പവർ അല്ല. ഒരു ബിസിനസ് തകർന്നാൽ 1 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയാൽ തകരുന്ന ഇന്നർ സ്ട്രെങ്ത് കൊണ്ടൊന്നും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് ചോദിച്ച് മേടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫർ, 15,400 രൂപയ്ക്കുള്ള കോഴ്സിന് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലൈവ് ക്ലാസ്സിൽ പറയില്ല, നിങ്ങൾ നോക്കിയാൽ മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് നൽകിയിട്ട്, കാരണം നിങ്ങളെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആണ്. പുതിയ ആൾക്കാർ വരുന്നവർക്ക് അത് തന്നെ റേറ്റ് ഉണ്ട്, ആ റേറ്റ് തന്നെ കൊടുക്കാൻ പോകുന്നു. വെൽത്ത് മാസ്റ്റർ എല്ലാം വലിയ കോഴ്സുകളും നല്ല പണവും ഒക്കെ ആയിരിക്കും. കാരണം പണത്തെ പറ്റി പറയുമ്പോൾ, അത് ഇന്നലെയും വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് പണം വേണോ, നിങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാവണം. പണം കൊടുത്തവന് മാത്രമേ, നമ്മൾ അതിന്റെ പേര് തന്നെ ചക്രം എന്നാണ്. നിങ്ങൾ എത്ര കൊടുത്തു അതിൻ മടങ്ങ് വരിക തന്നെ ചെയ്യും. ഇത് ലോക നിയമമാണ്, ദിനേശ് മുഖത്തിന്റെ നിയമമൊന്നുമല്ല. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, കൊടുത്തില്ലെങ്കിൽ കിട്ടില്ല. ഇത് സ്വാഭാവികമായ കാര്യമാണ്. ഇവിടെ വേറെ ഒരു മറച്ചു വെക്കേണ്ടതില്ല, യൂണിവേഴ്സൽ നിയമമാണ്. നിങ്ങൾ എത്ര പിശുക്കുന്നുവോ അത്രയും നിങ്ങൾ മാറുക, അത്രയും നിങ്ങൾ ഇല്ലായ്മ ഉണ്ടാവുകയുള്ളൂ, ഉള്ളവനായി മാറില്ല. ഒരാളെയെങ്കിലും നിങ്ങൾ കാണിച്ചു തന്നാൽ മതി, പിശുക്കിയിട്ട് പണക്കാരനായ ഒരാളെ കാണിച്ചു തന്നു. ഈ ലോകത്ത് പിശുക്കി ജീവിച്ചിട്ട് സമ്പന്നനായ ഒരാളെ കാണിച്ചു തന്നാൽ മതി. ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പരിചയത്തിൽ? എന്നാൽ ഞാൻ ഈ പരിപാടി തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഞാൻ വേറെ പരിപാടി. ഇല്ലല്ലോ. കാശെറിഞ്ഞിട്ട് മാത്രമേ കാശ് പിടിച്ചിട്ടുള്ളൂ. യൂസഫ് അലി സാറ് ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ നിന്നിരുന്നെങ്കിൽ അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഓരോ സൂപ്പർ മാർക്കറ്റ് ഓരോ മാസങ്ങളും ഓപ്പൺ ചെയ്തിട്ടാണ് ഇത്രയും വലിയ സമ്പന്നനായിട്ടുള്ളത്. മുകേഷ് അംബാനി ഉള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് കൊണ്ട് മാത്രമാണ് ഇരുന്നതെങ്കിൽ അവിടെ ഇരിക്കും. ഓരോ ആഴ്ചയും പുതിയ കമ്പനികൾ ഓപ്പൺ ചെയ്യാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അദാനി
എനിക്കറിയുന്നത് ഇന്ന ഫീൽഡാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദാനിയുടെ പേര് നിങ്ങൾ ആരും കേൾക്കില്ലായിരുന്നു. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ, പോർട്ടാണോ, എയർപോർട്ടാണോ, വിമാനമാണോ, ഫ്ലൈറ്റ് ആണോ, ട്രെയിൻ ആണോ, എന്ത് ചോദിച്ചാലും അദാനി റെഡിയാണ്. നമ്മളുണ്ടോ? നമുക്ക് പറ്റുമോ? ഇപ്പൊ ചെയ്യുന്ന പണിയിൽ നിന്നൊന്ന് മാറാൻ പറഞ്ഞു നോക്കിയേ. നമുക്ക് പറ്റില്ല അല്ലേ? എങ്ങനെ മാറ്റണം. സക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ്. അല്ലാത്തവർക്ക് ഒന്നും സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. ഇത് എല്ലാവർക്കും പറ്റും. ആർക്കാ പറ്റാത്ത? ഇവിടെ ഒരാൾ പറയാം എനിക്ക് പറ്റില്ല, ഞാൻ കാണിച്ചു തരാം. മനസ്സുകൊണ്ടാവണം അത്. തയ്യാറായാൽ മറ്റെല്ലാം മാറും. അകത്ത് ജ്വലിക്കുന്ന ഒരു സാധനം ഉണ്ടാവണം മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഞായറാഴ്ച രാത്രി കുബേര മെഡിറ്റേഷൻ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനിയുള്ള ലൈവ് ക്ലാസ്സുകൾ അധികം നമ്മുടെ ഏതെങ്കിലും കോഴ്സിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പബ്ലിക് ക്ലാസ്സുകളിലെ യൂട്യൂബിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച വെൽത്ത് മെഡിറ്റേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തുടങ്ങുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ ഉണ്ട് ഓൾറെഡി. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഓൾറെഡി ഉണ്ട്. അതിനെപ്പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാനിഫെസ്റ്റ് യുവർ വെൽത്ത് ലൈഫ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അഡ്മിൻ നമ്പർ നിങ്ങൾക്കറിയാം, പുതിയ നമ്പർ 8590263111. അതിൽ മാത്രമേ വിളിക്കാവൂ, മറ്റേ നമ്പറിൽ വിളിക്കരുത്. രണ്ടും കൂടി രണ്ട് വ്യത്യാസമാണ്. വെൽത്ത് മാസ്റ്ററിയുടെ അതുപോലെ തന്നെ പേയ്മെന്റ് അയക്കേണ്ട നമ്പറും വേറെയാണ്. ഇത് ഞാൻ അതിൽ അയച്ചിട്ടുണ്ട്. മറ്റൊരു കമ്പനി മാറിയതുകൊണ്ട് പേയ്മെന്റ് മാറ്റി അയക്കരുത്. ശ്രദ്ധിച്ച് ചെയ്യണം. ശ്രദ്ധയില്ലാതെ ആരും ചെയ്യരുത്. ധൃതി കൂട്ടിയിട്ട് മറ്റേ ഹാപ്പിനെസ് മാസ്റ്റർ നമ്പറിലേക്ക് അയക്കരുത്. വേറെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ അഡ്മിനെ ചോദിച്ചിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തിരക്ക് കൂട്ടണ്ട, പതുക്കെ നിൽക്കാമേ. ഇനിയിപ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മറക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ഏതൊരു കാര്യത്തെ ധൃതി കൂട്ടി ചെയ്യരുത്, സാവധാനത്തിൽ ചെയ്യുക. മറ്റന്നാൾ സൺഡേ കുബേര മെഡിറ്റേഷൻ ഉണ്ട്. അതിന്റെ എമൗണ്ടും കാര്യങ്ങളും പോസ്റ്റ് അഡ്മിൻ ഇടും. സൺഡേ രാത്രി 9 മണിക്കാണ്. നിങ്ങൾ 8:55 പോയിട്ട് പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ കയറ്റില്ല. കാരണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത്രയും ലേറ്റ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ലെന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. മുമ്പേ തീരുമാനിച്ചോളൂ, അതെല്ലാം നടക്കും. എല്ലാവർക്കും ആ ഒരു സ്വഭാവമുണ്ട്, അവസാന നിമിഷം വന്ന് പോകും. മെഡിറ്റേഷൻ ഒക്കെ അവസാന നിമിഷം തീരുമാനം എടുക്കും. ചെയ്യരുത് അങ്ങനെ. നിങ്ങൾക്ക് ഗുണമില്ലാതിരിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആവശ്യം. അപ്പോ എല്ലാവരും തീരുമാനിക്കുക. ചെറിയ നല്ല നമുക്ക് സമ്പത്തിലേക്ക് പോകാൻ ഏറ്റവും ബലവത്തായതാണ് കുബേര എന്ന് പറയുന്നത്. അത് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി. അപ്പൊ ഈ നമ്മൾ യൂട്യൂബിലോട് പറയാണ്, ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലെ വീഡിയോസ് എല്ലാം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം അതിനെപ്പറ്റി കമന്റ് ചെയ്യുക. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സമ്പന്നതയുടെ കാര്യങ്ങൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഷെയറിങ്ങും നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ഷെയറിങ്ങുമാണ് ഇത് വളർത്തുന്നത്. വളർത്തിയാൽ മാത്രമാണ് നിങ്ങൾക്കും എനിക്കും ഒക്കെ സമ്പന്നതയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പറ്റുക എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.